ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒക്ടോബർ മാസം 15-ാം തീയതി വലിയ ഒരു വിശുദ്ധയുടെ തിരുനാൾ ദിവസം കൂടിയാണിന്ന്. പ്രാർത്ഥനയുടെ ഒരമ്മ എന്നറിയപ്പെടുന്ന ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ വേദപാരകതയാണ് വലിയൊരു വിശുദ്ധയായ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിവസം. ആ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകം പങ്കുചേരാം. നമ്മുടെ നിയോഗങ്ങളൊക്കെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഓർക്കാം. ഈ വചനം കേട്ട് ധ്യാനിക്കുമ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും നമുക്കോർക്കാം, നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്നവർ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ കൊണ്ട് കഴിയുന്നവർ, ഇവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഒരുപാട് പേര് പലതരത്തിലുള്ള തിന്മകളാൽ, പ്രത്യേകിച്ചും പിശാചിനാൽ ആക്രമിക്കപ്പെടുന്നു. പരിശുദ്ധ അമ്മയോടും എൻ്റെ പുത്രനായ യേശുവിനോടും മത്സരിക്കാൻ വലിയ, നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ ഇന്നും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ആത്മീയമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട്, നമ്മൾ ഇന്നലെ കണ്ടതുപോലെ സ്ഥിരതയോടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ പലപ്പോഴും ഈ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. ഒരുപാട് പ്രലോഭനങ്ങളിൽ തിന്മയുടെ അരൂപി പലപ്പോഴും അവരെ ആക്രമിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വചനം ഇത് പറയുന്നുണ്ട്: സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. അപ്പോൾ സ്വർഗവും അതിൽ വസിക്കുന്നവരും വിശുദ്ധരും പുണ്യാത്മാക്കളുമായി മാലാഹമാരും വിശുദ്ധരും, അവര് സന്തോഷിക്കുവിൻ. കാരണം അവർ തമ്പുരാൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നു. അവരെ സംബന്ധിച്ച്, നിത്യതയിൽ എത്തിച്ചേർന്നവരെ സംബന്ധിച്ച് ഈ ഒരു ഭാരം ഏറ്റെടുക്കുന്നില്ല. എന്നാൽ ഭൂമിയെ, സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം. അപ്പോൾ സമുദ്രത്തിലും ഭൂമിയിലുമൊക്കെ ജീവിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം. കാരണം എന്താണ്? ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തിയിരിക്കുക. ഒരുപാട് ശത്രുതയുടെ, പ്രലോഭനത്തിൻ്റെ, പൈശാചിക പീഡകളുടെ നടുവിൽ ജീവിക്കുന്ന ആളുകളെ നമുക്ക് നോക്കാം. എത്ര ശ്രമിച്ചിട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, എത്ര ശ്രമിച്ചിട്ടും വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റാത്ത ഈ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, ആഭ്യന്തര കർമ്മം എന്ന തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ 7 പടികൾ കയറി ചെല്ലണം. ലോകത്തെ, പിശാചിനെ, ലൗകിക ചിന്തകളെല്ലാം വെടിഞ്ഞു വേണം. ഇങ്ങനെ ആഭ്യന്തര കർമ്മം ഓരോരോ പടികൾ കയറി വേണം നമ്മൾ കയറി ചെല്ലാനായിട്ട് ആത്മീയതയിലേക്ക്. ഒരുപാട് പൈശാചിക ശക്തികളെ, ഈ ലോകമോഹങ്ങളെയൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ തിന്മയെ ചെറുത്തു തോൽപ്പിച്ച, നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന, വിശുദ്ധിയെ നശിപ്പിക്കുന്ന, വിശ്വാസത്തിൻ്റെ സ്ഥിരതയിൽ മുന്നോട്ട് പോകാൻ പ്രയാസം നേരിടുന്ന എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും തോൽപ്പിക്കുവാൻ അമ്മ മാതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പ്രത്യേക മാധ്യസ്ഥം തേടാം. ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനായി താതന്നയ ചോരന്നമ്മേ. ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനായി താതന്നയ ചോരന്നമ്മേ. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ.
പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഘോര യുദ്ധത്തിൽ, ഈ പ്രലോഭനങ്ങളുടെ നടുവിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ യുഗാന്ത്യ സഭയിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഈ തിന്മയെ, പൈശാചിക ശക്തികളെ തോൽപ്പിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ, വ്യക്തി ജീവിതത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങൾ, പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന ചില ജഡിക പാപത്തിൻ്റെ മേഖലകൾ, ചില സമ്പത്തിനോടുള്ള വലിയ താല്പര്യങ്ങൾ, ത്യാഗ്രഹത്തിൻ്റെ മൂലപാപങ്ങളായ അഹങ്കാരത്തിൻ്റെയും സൂയയുടെയും വെറുപ്പിൻ്റെയും കോപത്തിൻ്റെ സ്വഭാവങ്ങൾ, അലസത കയറിയിരിക്കുന്ന ദ്രവ്യാസക്തി, ഇവയെല്ലാം നമുക്ക് വലിയ ശക്തമായ പ്രലോഭനങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ അതിജീവിക്കുവാൻ, ഒപ്പം തന്നെ നമുക്കെതിരെ ആന്തരികവും ബാഹ്യവുമായി കടന്നു വരുന്ന സകല തിന്മയുടെ പ്രവൃത്തികളെയും ശത്രുക്കളെയും തോൽപ്പിക്കുവാൻ അമ്മ മാതാവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മളിപ്പോൾ ഒരു 15ാമത്തെ ഒരു പകുതിയോളം എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ഈ ശുശ്രൂഷ. ശരിക്കും ഇന്ന് ഈ പകുതിയിലെത്തുമ്പോൾ ലൗകിക സുഖങ്ങളോട് പടവെട്ടി ആത്മീയതയുടെ ആഭ്യന്തര കർമ്മത്തിലേക്ക്, തൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിലേക്ക് പ്രവേശിച്ച് വലിയ പ്രാർത്ഥനയുടെ വിശുദ്ധയായി തീർന്ന വിശുദ്ധയാണ് വിശുദ്ധ അമ്മ തെരേസ്യ. ഈ വിശുദ്ധയുടെ തിരുനാൾ ദിവസം നമ്മൾ ഓർക്കണം, ശരിക്കും നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ഈ പൈശാചിക അരൂപികളോട്, നമ്മളോട് തന്നെ, നമ്മുടെ ഉണ്ടാകുന്ന ഈ മൂലപാപങ്ങൾ, ഈ ശത്രുതയോടുണ്ട്. ഒപ്പം തന്നെ ബാഹ്യശക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഈ ജപമാല ഭക്തർക്ക് അല്ലെങ്കിൽ മരിയ ഭക്തരെ നശിപ്പിക്കുവാൻ ശരിക്കും തിന്മയുടെ ഒരുപാട് കെണികളുണ്ട്. കാരണം വിശുദ്ധ ലൂയി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി, ട്രൂ ഡിവോഷൻ ടു മേരി എന്ന പുസ്തകത്തിൽ പ്രകാരം പറയുന്നുണ്ട്. അതായത് ഈ പരിശുദ്ധ അമ്മയുടെ ഭക്തരെ, അല്ലെങ്കിൽ അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഒരു ശത്രുത മാത്രമേ ദൈവം ഉളവാക്കിയിട്ടുള്ളൂ. ഒരു ശത്രുത മാത്രമേ ലോകത്തിൽ ദൈവം ഇന്നും നിലനിൽക്കുന്ന ഒരു ശത്രുതയായിട്ട് കാണുന്നുള്ളൂ. അത് എന്താണ്? സ്ത്രീയും അവളുടെ പുത്രനും ചേർന്ന്, നീയും സ്ത്രീയും തമ്മിൽ, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതകൾ ഉളവാക്കും. അവൾ നിന്റെ തല തകർക്കുകയും നീ അവളുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. ഉൽപ്പത്തി 3:15. കാരണം എന്താണ്? ദൈവീയം ഭൗമിക ഈ ഭൂമിയാകുന്ന പർദീസായിൽ ദൈവം നട്ടുവളർത്തിയ, ദൈവം സൃഷ്ടിച്ച ആദം ഹൗവ, തൻ്റെ ആദ്യ മാതാപിതാക്കൾ, സഭയിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നവർ, ഇപ്പോൾ അത് സർപ്പത്തിനെതിരായി ഉച്ചരിച്ച പ്രഥമവും അല്ലെങ്കിൽ പ്രധാനവുമായി പ്രവചനം ഏതിനെ പറ്റിയുള്ള ശാപമാണ്? ഒരു ശത്രു ഉണ്ട്, അതിനോട് യുദ്ധം ചെയ്യാനായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ സ്ത്രീയെയാണ്. അത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് പരിശുദ്ധ കന്യകാമറിയമാണ്. ഈ തിന്മയുടെ ഘോര സർപ്പത്തിൻ്റെ, കാരണം ആരെ വിഴുങ്ങണമെന്ന് അറിഞ്ഞുകൊണ്ട് അവശേഷിക്കുന്ന ഈ പിശാചിനെ പിടിച്ചടക്കാനായിട്ട്, നശിപ്പിക്കാൻ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് ഈ ജപമാല ചൊല്ലുന്ന, പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വലിയ പ്രതിസന്ധികളുണ്ടാകും. വലിയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാകുന്നു. പിശാചിനും അവൻ്റെ സൈന്യങ്ങൾക്കും എതിരായി പോരാടാൻ യുദ്ധക്കളത്തിൽ പൊരുതുന്ന ഒരു വമ്പിച്ച സൈന്യനിരയ്ക്ക് സമാനം മറിയം പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ സുശക്തിയായിരിക്കണം. അമ്മ മാതാവ് വളരെ ശക്തിയുള്ളവളായിരിക്കണം. ദൈവം അവരുടെ അമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവർ സൈന്യനിരയെ രൂപീകരിക്കാൻ. ഈ ജപമാല സഖ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഈ ജപമാല സഖ്യങ്ങൾ, ജപമാലയുടെ മരിയ സൈന്യങ്ങൾ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ജപമാല സമൂഹമായിട്ട് ചൊല്ലേണ്ടതിൻ്റെ കാര്യം എന്തിനാണ്? ഈ ശത്രുവിനെ തോൽപ്പിക്കാനാണ്. ജപമാലയുടെ ശത്രുക്കൾ, പ്രാർത്ഥിക്കുന്നവരുടെ അല്ലെങ്കിൽ വിശുദ്ധിയിൽ പ്രാർത്ഥനയിൽ വളരുന്നവർക്ക് ഒരുപാട് അല്ലാത്തതുണ്ട്. അത് നിസ്സാരമാണ്. അല്ലെങ്കിൽ അവരുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ്. മറിച്ച് ഈ ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശത്രുക്കൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നു.
പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഈ പൈശാചിക, നമ്മൾ വചനം വായിച്ചതുപോലെയാണ്, ചുരുങ്ങിയ സമയം, തനിക്ക് കിട്ടിയ സമയം ചുരുക്കമാണെന്ന് നന്നായി ഗ്രഹിച്ചിരിക്കുന്ന സാത്താൻ അന്ത്യകാലഘട്ടങ്ങളിൽ സർവ്വ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ മക്കളെ, തൻ്റെ സഭയെ നശിപ്പിക്കുന്നുണ്ട്. നമുക്കറിയുന്ന സഭ നേരിടുന്ന പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, പലതരത്തിലുള്ള മതവിദ്വേഷങ്ങൾ, സഭാമക്കൾ പലതരത്തിൽ ക്രൂശിപ്പിക്കപ്പെടുന്നത്. കാരണം എന്താണ്? നിശ്ചിത മർദ്ദനങ്ങൾ, ചതിയും ഉഗ്രപീഡനങ്ങളും അഴിച്ചുവിടുന്നു. പ്രത്യേകിച്ചും കഠിനഹൃദയരായ പാപികൾ, അല്ലെങ്കിൽ റോമിനെ തകർക്കും, മാർപ്പാപ്പയെ ഇല്ലാതാക്കും, അവിടെ ഒരു പ്രത്യേക വിശ്വാസം രൂപീകരിക്കും, അതിൻ്റെ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതൊക്കെ. ഇപ്പം നമ്മളിതെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും എല്ലാം നമ്മളിത് വായിച്ച് അറിയുന്ന കാര്യം, നമുക്ക് അറിവുള്ളതാണ്. ഇതൊരു വലിയൊരു തിന്മയുടെ ശത്രുവിൻ്റെ മുന്നേറ്റമാണിത്. ഇതിന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, അത് സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധമാണ്. അവൾ സുശക്തയാണ്, എല്ലാ രീതിയിലും അവളും അവളുടെ സൈന്യവ്യൂഹവും റെഡിയാണ്. അതാണ് സ്വർഗീയ സൈന്യങ്ങളുടെ സൈന്യാധിപ എന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നിങ്ങൾ അമ്മ മാതാവിനോട് ശരിക്കും വലിയ മാധ്യസ്ഥം തേടണം എന്ന് പറയുന്നത്. ഈ അന്തിക്രിസ്തുവിൻ്റെ ആഗമനം വരെ പിശാചിൻ്റെ മർദ്ദനങ്ങൾ അനുദിനം വർദ്ധിച്ചു തന്നെ വരും എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. പത്രോസ്ലീഹയുടെ ലേഖനത്തിലും ഇത് തന്നെയാണ് സമാനമായിട്ട് പറയുന്നത്. ആ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: കാരണം ഇവൻ ആരെ വിഴുങ്ങണമെന്ന് അറിയത്തില്ലാത്ത അലറുന്ന സിംഹത്തെ പോലെ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാനുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കണം. കാരണം ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കേൾക്കുന്ന അബദ്ധ പ്രബോധനങ്ങൾ, ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നു. ജപമാല ചൊല്ലേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനകളുണ്ട്, അത് ദൈവം പഠിപ്പിച്ച പ്രാർത്ഥന. നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥന, അത് എവിടുന്ന് വന്നതാ? ഇത് ചൊല്ലിയില്ലെങ്കിൽ എന്നാ കുഴപ്പമിരിക്കുന്നത്? ജപമാലയേക്കാൾ വലുതോ വചനം വായിച്ചോ? ഇതുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. എല്ലാ വിശുദ്ധരും ജപമാല ചൊല്ലിയിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊന്നുമല്ല. പക്ഷേ ഇത് പ്രാർത്ഥനയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് അബദ്ധ സിദ്ധാന്തങ്ങൾ, പ്രബോധനങ്ങളുണ്ട്. എന്നിട്ട് പറയണം, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കണം. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതാണെന്ന് നിങ്ങളും അറിയുക. അപ്പം ഇത് എല്ലാവരോടും ആവശ്യപ്പെട്ടിരിക്കുന്ന, ഇതെല്ലാം നമ്മൾ മാത്രമല്ല, ലോകമെങ്ങുമുള്ള നമ്മുടെ സഹോദരരോട് ഈ സഹനം കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. ഇതിന് ഉറപ്പുള്ള ഒരു അഭയ സങ്കേതം എന്ന് പറഞ്ഞത് പരിശുദ്ധ കന്യാമറിയമാണ്. സ്വരമുയർത്തി നമുക്ക് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്, എങ്കിലും പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് സ്വരമുയർത്തി പറയാം: ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട സാധാരണ വിശ്വാസത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അവർ പറയും, ഈ ജപമാല അങ്ങനെയുള്ളവർ ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞാൽ, അക്ഷരാഭ്യാസമില്ലാത്ത അമ്മമാർ ചെല്ലിയാൽ മതി, അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമില്ലാത്ത വലിയ പണ്ഡിതരൊന്നും അല്ലാത്തവർ ചെല്ലിയാൽ മതി. അപ്പോൾ ഈ ജപമാലയുടെ ഒരു ശത്രുവിൻ്റെ ഒരു കെണിയാണത്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ജപമാല ഭക്തിയെക്കുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മര്യഭക്തിക്ക് അത് പറയുന്നുണ്ട്, വിമർശകരുടെ ആത്മാവ്. ഇതിനിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ മാതാവിനോട് ഭക്തിയുണ്ട്, പക്ഷെ ഞങ്ങളിങ്ങനെ ജപമാല ഏത് സമയം ഇങ്ങനെ ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ബന്ധമുണ്ട് ദൈവത്തോട്. ഇവിടെ മക്കളെ, അത് അപകടം പിടിച്ച ഒരു ചിന്താഗതിയാണ്. ചഞ്ചല മനസ്കര് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് നാളീ പ്രാർത്ഥിക്കും, അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇങ്ങനൊരു പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലാതെ പോവുകയും, അതല്ല ഈ പിശാചിൻ്റെ കെണികളാണ്. കാരണം പലതരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ പോലെ കൺഫ്യൂഷൻ ആവുകയാണ്, തെറ്റിദ്ധരിക്കപ്പെടുക, പലതരത്തിലുള്ള മനസ്സ് ഇങ്ങനെ ചഞ്ചലപ്പെട്ടു പോവുക, ഒരു സ്ഥലത്ത് സ്ഥിരതയോടെ നിൽക്കാൻ പറ്റാതെ. അത് ശത്രുവിൻ്റെ കെണിയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവമായിട്ട് ഒരുപാട് മേഖലകളിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമാണ്. എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് അറിയത്തില്ലാതെ നിൽക്കുന്നവർ. അതാണ് പരിശുദ്ധ അമ്മ ജപമാലയാകുന്ന ആയുധം നിങ്ങൾ കയ്യിലെടുക്കണം. ഈ ലോകത്തെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ സ്ഥിരതയോടെ നിൽക്കണം എന്ന് നമ്മൾ ഇന്നലെ കേട്ടതുപോലെ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അന്വേഷിച്ച് വരുന്ന ചുറ്റും നടക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അതിന് പരിശുദ്ധ അമ്മ മാതാവിനെ മുറുകെ പിടിക്കണം.
കാരണം ഒരു ശത്രുതയെ മാത്രം മറിയവും പിശാചും തമ്മിലും അവളുടെ ദാസരും സന്താനങ്ങളും ലൂസിഫറിൻ്റെ അനുയായികളും സന്താനങ്ങളും തമ്മിൽ ഇപ്രകാരം പിശാചിനെതിരായി ദൈവം സൃഷ്ടിച്ച വൻ ശത്രുവാണ് അവിടുത്തെ മാതാവായ മറിയം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് പിശാചിനെതിരെ സൃഷ്ടിച്ച ഒരു വൻ ശത്രുവാണ് ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ഈ ഭൂമിയിലെ നമ്മുടെ അമ്മയായ മറിയം, സ്വർഗത്തിൻ്റെ സൈന്യാധിപ. അപ്പം ഈ അമ്മ മാതാവ് പിശാചിനെതിരെയുള്ള ഈ ജപമാലയുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. സഭയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് നമ്മുടെ വീടിനെയൊക്കെ ഒരുപാട് യുവതി യുവാക്കൾ പ്രത്യേകിച്ചും ഈ പൈശാചിക ശക്തിയെ ബഹിഷ്കരിക്കുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു പ്രാർത്ഥനയാണ് ഈ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന. ഒരിക്കലൊരു ധ്യാനാവസരത്തിൽ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചുള്ള ഒരു ധ്യാനാവസരത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കാണുകയത് ഒരു ഭയങ്കരമായ ഒരു അലറി പൈശാചിക ശക്തി പോലെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയിൽ പെട്ടെന്ന് ഇത് ഭയങ്കര ബഹളം വയ്ക്കുന്നു, അസ്വസ്ഥരാകുന്നു. എന്നെ പോലും അതിശയപ്പെടുത്തിയ ഭയങ്കരമായിട്ട് ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നൊരു കാര്യമാണ്. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് വെഞ്ചരിച്ച ഒരു ജപമാല ഇട്ടുകൊടുക്കുന്നു. ഒത്തിരി ബഹളം വെച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി വളരെ പെട്ടെന്ന് ശാന്തമാകുന്നു. അതിനുശേഷം വളരെ ഒരു ശാന്തതയിലേക്ക് മാറുന്നു. ആ ബഹളം എല്ലാം അവസാനിപ്പിക്കുന്നു പ്രാർത്ഥിച്ച്. ഈ തിന്മയെ അല്ലെങ്കിൽ പൈശാചിക ശക്തിയെ ഭയപ്പെടുന്ന ഒരു ആയുധമാണ് ജപമാല. അല്ലെങ്കിൽ അത് പരിശുദ്ധ മറിയത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നിടത്ത് ഈ തിന്മ നമ്മളെ വിട്ടുമാറും. കാരണം ഈ ജപമാലയെ ആത്മീയ ജീവിതത്തിൽ ഇത് വളരെ ശക്തമായ ഒരു ആയുധമാണെന്ന് അറിയാവുന്നത് കൊണ്ട് പിശാച് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് ഈ ജപമാല ഭക്തിയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിശാച് ഒരു വിധത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ ഈ പരിശുദ്ധ അമ്മയെ ഭയപ്പെടുന്നു എന്നാണ് വിശുദ്ധരൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. പിശാച് ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ പുതിയ നിയമത്തിലെല്ലാം കാണുമ്പോൾ, കർത്താവിനെ കാണുമ്പോൾ, ദൈവത്തിൻ്റെ പുത്ര, മഹോന്നത, എന്തിനു നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ആ ലഗിയോൻ അല്ലെങ്കിൽ പിശാച് അനേകം പിശാചുകളുണ്ട്. അവർ പറയാണ് ഞങ്ങളെ ഈ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, കാരണം ഞങ്ങൾക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ വിശുദ്ധർ പറയാണ് ഒരു വിധത്തിൽ ചില സമയത്ത് മനുഷ്യരിൽ ഏറ്റവും പ്രധാനിയായ പരിശുദ്ധ അമ്മയെ ദൈവത്തെക്കാൾ കൂടുതൽ ചില സമയത്ത് സാത്താൻ ഭയപ്പെടുന്നു എന്ന്. കാരണം എന്താണ്? എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ വിനീത ദാസിയായാൽ തോൽപ്പിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും അഹങ്കാരിയായ അവൻ അത്യന്തം വേദനാജനകമായ കാര്യമാണ്. കാരണം അവൻ ദൈവത്തിൻ്റെ കീഴിൽ, എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ഒരു വിനീത ദാസിയാൽ തോൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പാപം അമ്മയാൽ, ഒരു സ്ത്രീയാൽ തോൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് ഒരു വലിയൊരു അതികായകനായ ഇപ്പം ഗോലിയാത്ത് ദാവീദിനെ കാണുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, ഈ നിസാരനായ ഈ ബാലനാണോ, അല്ലെങ്കിൽ മുലകൂടി മാറാത്ത ഒരു പയ്യൻ, ഇവനെ ഞാനിങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പട്ടികൾക്കും നായ്ക്കൾക്കും മാംസമായിട്ട് വെട്ടിക്കീറി ഞാൻ ഇട്ട് കൊടുക്കും. കാരണം ഈ ശത്രുവിനെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരു നിസാരനായ ഒരു ബാലൻ, അവനെങ്ങനെ ഇവനെ തോൽപ്പിക്കാൻ പറ്റും? അപ്പം അവൻ്റെ മുമ്പിൽ അഹങ്കാരം അവനേക്കാൾ കൂടുതൽ വളരുകയത്. ഇതാണ് ഈ പിശാചിനെ സംബന്ധിച്ച് ഒരു സ്ത്രീയാണ്. പക്ഷേ ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് അത്യന്തം വേദനാജനകമായ കാര്യമാണ്. പക്ഷെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം, ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ മറിയത്തിൻ്റെ വിനയം നമ്മൾ അഭ്യസിക്കണമെന്ന് പറഞ്ഞ് 1-ാം തീയതി മുതൽ പറയുന്നൊരു കാര്യം എന്താണ്? എളിമയുള്ള ഒരു മറിയത്തിൻ്റെ വിനയത്തെ മുമ്പിൽ അവൻ പരാജയപ്പെട്ടു പോവുകയാണ്. ഇപ്പം ജപമാലയുടെ ശത്രുവായ പിശാചിനെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രലോഭനങ്ങളെ തോൽപ്പിക്കാൻ മറിയത്തിൻ്റെ വിനയം അഭ്യസിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി നമുക്ക് പറയാം, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. അതുകൊണ്ട് ഓർത്തിരിക്കുക, പിശാചുക്കളുടെ മേൽ വലിയ ശക്തി സ്വർഗം മറിയത്തിന് കൊടുത്തിട്ടുണ്ട്. സ്വർഗം വലിയ ശക്തി പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. സന്മനസ്സോടെ ആണെങ്കിലും അശുദ്ധാത്മാവ് ബാധിച്ചവരുടെ അധരങ്ങൾ വഴി അവർ സമ്മതിച്ചിട്ടുള്ള കാര്യത, മറിയത്തെ അവർക്ക് ഭയമാണ്. പരിശുദ്ധ അമ്മയെ അവർ ഭയപ്പെടുന്നു. ഈ പൈശാചിക ശക്തികൾ, ജപമാലയുടെ ശത്രുക്കൾ, ലോകത്തിൻ്റെ രൂപികൾ. അപ്പം നമുക്ക് അറിയാം, ഈ ആത്മീയ ജീവിതത്തിൽ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ശത്രുവിനെ കൂടി തോൽപ്പിക്കണം.
കാരണം വിശുദ്ധരൊക്കെ പറയുന്ന പോലെ ഒരുപാട് നല്ല മനുഷ്യർ, ഒരുപാട് തീഷ്ണതയിൽ ഒരു കാലഘട്ടത്തിൽ തിളങ്ങി നിന്നവർ പോലും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ നല്ല ഉറപ്പ് നിന്നൊരു വലിയ ശുശ്രൂഷകർ നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈബിളിൻ്റെ ചരിത്രം പഠിച്ചാൽ അവിടെ ഉന്നതരായിരുന്ന രാജാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, പൂർവ്വപിതാക്കന്മാരിൽപ്പെട്ട ചിലർ ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പഴയ നിയമത്തിൽ വായിക്കുന്ന പല ഗ്രന്ഥങ്ങളിലുള്ള പലരുടെയും പരാജയം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടെ നമ്മളെടുത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടണം. കാരണം എന്നറിയോ, മറിയത്തിൻ്റെ ഒരു നെടുവീർപ്പിനെയാണ് സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ എല്ലാം ഒരുമിച്ച് വരുന്ന, അതായത് മറിയത്തിൻ്റെ ഒരു നെടുവീർപ്പ് എല്ലാ വിശുദ്ധരുടെ എന്ന് പറഞ്ഞാൽ സകല വിശുദ്ധരേക്കാൾ വിശുദ്ധരുടെ ഏറ്റവും അമ്മയാണ്, പരിശുദ്ധയായ അമ്മയാണ് എല്ലാ വിശുദ്ധരുടെയും വിശുദ്ധ എന്ന് പറയുമ്പോൾ, അവരുടെ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ഈ അമ്മയുടെ ഒരു നെടുവീർപ്പാണ് എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനകളെക്കാൾ ശക്തമേറിയതെന്ന് വിശുദ്ധർ പറയുന്നൊരു കാര്യമാണ്. നമുക്ക് വളരെ ഗൗരവത്തോടെ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം പടുത്തുയർത്തണം. പ്രിയപ്പെട്ടവരെ, തകരാതിരിക്കാൻ ഏത് പൈശാചിക പ്രലോഭനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും തോൽപ്പിക്കുവാൻ നമുക്ക് ഈ അമ്മ മാതാവിൻ്റെ കരം പിടിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ആത്മീയ യുദ്ധത്തിൽ അമ്മയുടെ പുറകിൽ നമുക്ക് നിൽക്കാം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ കീഴിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം. ഒരു എളിമയുടെ പ്രാർത്ഥനയാണല്ലോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവും സ്വർഗം വെളിപ്പെടുത്തിയ ദൈവദൂതനാൽ പറയപ്പെട്ട നന്മ നിറഞ്ഞ മറിയവും പിന്നീട് കൊടുത്തതുമായ പ്രാർത്ഥന. കാരണം നമ്മൾ പറയുന്നില്ലേ, ലൂസിഫർ അഹങ്കാരത്താൽ നഷ്ടപ്പെടുത്തിയത് അമ്മ എളിമ കൊണ്ട് നേടിയെടുത്തു. നമുക്ക് ആരാധനയ്ക്കായിട്ട് ദിവ്യസന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് എവിടെയായിരിക്കുന്നോ നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. മുട്ടിന്മേലായിരിക്കാം. ലോകം മുഴുവനിലും പലതരത്തിലുള്ള പാപത്താൽ, പ്രലോഭനത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുടെ നിയോഗം എന്നിതാ. വിവിധ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നവർക്ക് വേണ്ടി, പാപികളായ ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഏറ്റവും വലിയ ഡെലിവറൻസ് പ്രാർത്ഥനയാണല്ലോ ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന നമുക്കൊരു 10 പ്രാവശ്യം ചൊല്ലി ഇന്ന് സൽക്രിയയായിട്ട് പ്രലോഭനങ്ങളുടെ സമയത്ത് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന 10 തവണ ചൊല്ലി നമുക്ക് സൽക്രിയയായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം സുഹൃത ജപം പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല കയ്യിലെടുക്കും ഞാനമ്മതൻ കയ്യിൽ പിടിക്കും, സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തങ്ങു നൽകും. അമ്മേ അമ്മേ മാമരിയേ എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ഈശോയെ ആരാധിച്ചുകൊണ്ട് ജപമാല രാജ്ഞിക്കൊപ്പം ദിവികാരുണ്യനാഥനെ, അമ്മയുടെ പ്രിയപുത്രനായ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങളുടെ നാശത്തിന് കാരണമായി തീരുന്ന സകല ശത്രുക്കളെയും തോൽപ്പിക്കാൻ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും നശിപ്പിക്കാൻ ഒരുങ്ങുന്ന എല്ലാ ശത്രുക്കളെയും തോൽപ്പിക്കുവാൻ നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വലിയ മാധ്യസ്ഥവും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടാകണമേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും
ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഈശോയെ ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഈ തണലിൻ കീഴിൽ വലിയൊരു ആശ്വാസം കണ്ടെത്താൻ നമുക്കിടയാകണം. നമ്മുടെ ഇടവക ദേവാലയങ്ങളിലും നിത്യാരാധന കേന്ദ്രങ്ങളിലും എവിടെയെല്ലാം കർത്താവിനെ ആരാധിക്കുന്നുണ്ടോ അവിടേക്ക് വലിയ താല്പര്യത്തോടെ ഓടിച്ചെല്ലാൻ ഈശോയോട് നമുക്ക് വരം ചോദിക്കാം. പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ആലയത്തിൽ ആ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ എവിടെയെല്ലാം അമ്മയെ കീർത്തിക്കുന്നുണ്ടോ, അമ്മയുടെ നാമത്തിന് മഹത്വം നൽകിക്കൊണ്ട് എവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെ ഒരുമിച്ച് കൂടാൻ, എല്ലാ ശത്രുക്കളെയും തോൽപ്പിക്കുവാൻ ഈ ഒരു കൂട്ടായ്മ, ഈ പരിശുദ്ധ കുർബാന, ഈ ദിവ്യകാരുണ്യ ആരാധന എന്നെ ഏറെ സഹായിക്കും എന്ന ഉറച്ച ബോധ്യം, വിശ്വാസം നമുക്ക് നേടിയെടുക്കാനായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ്റെ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ്റെ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ്റെ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാ ഞാൻ ഇന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാ ഞാൻ ഇന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ദിനങ്ങൾ എത്രയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ടും ജപമാല ചൊല്ലിയും ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചുകൊണ്ടും ഞങ്ങൾ ഈ നാളുകൾ കടന്നു പോവുകയാണല്ലോ.
ഞങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും വളരുവാൻ, ഞങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എല്ലാം ഉറപ്പിക്കുവാൻ കൂടുതൽ ഉത്സാഹമുള്ളവരായി തീരാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഒരിക്കലും വീണു പോകാതിരിക്കുവാൻ കർത്താവും ദൈവവുമായ നമ്മുടെ ഈശോയുടെ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാൻ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. കർത്താവെ, പ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കൾ ഇന്ന് പ്രലോഭിപ്പിക്കപ്പെടുന്നു. ഒരുപാട് പേരുടെ വീഴ്ചകൾ ഞങ്ങൾ കാണുന്നു ഈശോയെ. വെളിയിൽ നിന്നവരുടെ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ, നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെ, ഒരു കാലഘട്ടത്തിൽ ഈശോയ്ക്കും സഭയ്ക്കും വേണ്ടി ശക്തമായി നിലകൊണ്ടു നിന്നിരുന്ന പല കുടുംബങ്ങൾ ഇന്ന് തകർന്ന് പോയിരിക്കുന്നു ഈശോയെ. കുടുംബസമേതം പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നിരുന്നവർ ഇന്ന് ആരാധനയും കുർബാനയും പ്രാർത്ഥനകളും എല്ലാം വിട്ട് വെറും ലൗകിക ചിന്തകളും വ്യർത്ഥ സംഭാഷണങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് കടുത്ത നിരാശയിലും വേദനയിലും കഴിയുന്നല്ലോ തമ്പുരാനെ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ ശക്തരായിരുന്നവർ ഇന്ന് വലിയ പ്രലോഭനങ്ങളിൽപ്പെട്ട് തകർന്ന് വീണ് കിടക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു സ്വപ്നം കാണുകയാണ്. സഭയാകുന്ന ദേവാലയം ഇതാ തകരുന്നു, സഭയാകുന്ന ദേവാലയം ഇതാ തകർച്ചയില്ല. ആ ചെറുപ്പക്കാരൻ ഒരു സ്വപ്നം കാണുകയാണ്. തൻ്റെ തോളിൽ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന ദേവാലയം, അതിനെ തോളോട് ചേർത്ത് പിടിച്ച് താങ്ങി നിർത്തുന്നത്. കാരണം ഒരുപാട് തകർച്ചകൾ, ഒരുപാട് അനർത്ഥങ്ങൾ, പ്രലോഭനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ കടന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും മൊബൈൽ ഫോണിൻ്റെയൊക്കെ അടിമത്തത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് വലിയ വ്യഗ്രത കാണിക്കുമ്പോൾ അതിലേക്ക് വീണു പോകുന്നവർ, ജപമാലയെക്കുറിച്ചും പരിശുദ്ധ കത്തോലിക്കാ സഭയെക്കുറിച്ചും ദൈവവിശ്വാസത്തിനുമൊക്കെ വിരുദ്ധമായിട്ടുള്ള പ്രബോധനങ്ങൾ നൽകപ്പെടുമ്പോൾ നവമാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടു വിശ്വസിക്കുന്ന അനേകർ, പ്രാർത്ഥനയോട് മടുപ്പ് തോന്നുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാം വേണ്ടി ഈശോ ഈ രാത്രിയിൽ ഞങ്ങൾ നിലവിളിക്കുകയാണ്. പ്രാർത്ഥനയുടെ അമ്മയായ ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് ചേർത്ത് വെച്ച് തകരുന്ന കുടുംബങ്ങൾക്ക് അമ്മയൊരു ആശ്വാസം നൽകണമേ. ഇന്ന് ജപമാല ചെല്ലാൻ പറ്റാത്തവർ, വിശുദ്ധരുടെ മാധ്യസ്ഥം തേടാനായിട്ട് ദേവാലയങ്ങളിൽ നൊവേനകൾക്കോ മറ്റ് തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നവർ ഇന്ന് ഒരുപാട് പുറകോട്ട് പോയി. ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ട ഒരു നാളുകളുണ്ടായിരുന്നു. അന്ന് മുതൽ പലരും ഇനി ഇതിൻ്റെ ആവശ്യം എന്താ, ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുമ്പസാരിച്ചില്ലെങ്കിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിലും സാരമില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, കൂട്ടായ്മയൊന്നും വേണ്ട, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഇനി ധ്യാന കേന്ദ്രങ്ങളോ ശുശ്രൂഷകളോ ഒന്നും പോകണ്ട, ആത്മരക്ഷയ്ക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് കരുതി മുന്നോട്ട് പോയി. എന്നാൽ ഇന്ന് ഒരു നിമിഷം പോലും പ്രാർത്ഥിക്കാൻ പറ്റാതെ തകർന്നടിഞ്ഞു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ, ഇടവക സമൂഹങ്ങൾ, ഇവർക്കെല്ലാം വേണ്ടി ഈശോയെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തി, 2 കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി വിലാപത്തോടും കണ്ണുനീരോടും കൂടി ഇന്ന് പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ പെട്ടു വീണു പോകുന്നവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വ്യക്തികളുണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, നമ്മുടെ അറിയാവുന്ന മേലധികാരികളോ വൈദികരോ സമർപ്പിതരോ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരോ ഉണ്ടെങ്കിൽ, പിശാചിൻ്റെ ശക്തമായ പ്രലോഭനങ്ങളിൽ വീണുപോയവരുണ്ടെങ്കിൽ അവർക്കെല്ലാം വേണ്ടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയൊരു ശക്തി കൊടുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ തകർന്നടിഞ്ഞു പോയ ആത്മീയ ജീവിതങ്ങളുണ്ടെങ്കിൽ അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. തകർന്നവനാണോ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി
കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാം. നീ തളർന്നവനാണോ? കർത്താവ് നമ്മളോട് പറയുന്നത് കേൾക്കാൻ പ്രിയപ്പെട്ട മക്കളെ. നീ തകർന്നവളാണോ മകളെ? നീ തകർന്നവളാണോ മകളെ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശു നായകൻ, യേശു നായകൻ. നീ രോഗിയാണോ മകനേ? നീ രോഗിണിയാണോ മകളേ? നീ രോഗിയാണോ മകനേ? നീ രോഗിണിയാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ രോഗങ്ങളെല്ലാം സൗഖ്യമാക്കാൻ പോയ അനേകം വ്യക്തികളെയും നാളുകളെ അവിടുന്ന് ഉയർത്തണമേ. യേശു നായകൻ. ലോകത്തിന്റെ അരൂപിയിൽ വീണുപോയവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന് അകന്നുപോയവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ കർത്താവേ. ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന് മരവിപ്പ് അനുഭവപ്പെടുന്നവർ, ദൈവരാജ്യ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോയവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനകളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ അമ്മയായ ഈ അമ്മ ത്രേസ്യായോട് ചേർന്ന് ആവിലയിലെ പ്രിയപ്പെട്ട അമ്മ ത്രേസ്യായോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുകയെന്നേ ദിവസം ജപമാല രാജ്ഞിയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയെന്ന്. ജപമാലയുടെ ശത്രുക്കൾ ഇങ്ങനെ പ്രകാരം ജപമാല ചൊല്ലേണ്ട ആവശ്യമില്ല. ഒരുപാട് തവണ പ്രാർത്ഥനകൾ ആവശ്യമില്ല. ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലേണ്ടതില്ല. വ്യത്യസ്തമായ പഠനങ്ങൾ, പല വിമർശനങ്ങൾ, ചഞ്ചല മനസ്കര് ഇന്ന് ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആദിമാതാവായ ഹവ്വയ്ക്ക് പ്രത്യേകമായിട്ട് അനുസരണക്കേടിനാൽ കളഞ്ഞു കുളിച്ച ഒരു സ്വർഗരാജ്യത്വമുണ്ടല്ലോ. അത് പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ അനുസരണത്താൽ ഈ വിധേയത്വം വഴിയായിട്ട് അമ്മ എല്ലാ മക്കളെയും വീണ്ടെടുത്തു. ഹവ്വ കളഞ്ഞു കുളിച്ചത്, അനുസരണക്കേടിനാൽ കളഞ്ഞു കുളിച്ചത് വിധേയത്വം വഴി അമ്മ നേടിയെടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അമ്മയോട് ചേർന്ന് നിൽക്കുക, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരങ്ങൾ പിടിക്കുക. ഏത് ശത്രുവിനെയും തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. ഈ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, അമ്മയെ സ്വർഗം ഒരുക്കിയതാണ്, അമ്മയെ സ്വർഗം പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. അമ്മ മാതാവിൻ്റെ തിരുനാളുകൾ, പരിശുദ്ധ അമ്മയോട് ചേർന്നിട്ടുള്ള എല്ലാ ശുശ്രൂഷകൾ, കാരണം എന്താണ്? അത് ദൈവമക്കളെ വീണ്ടെടുക്കാൻ സ്വർഗം ഒരുക്കുന്നൊരു വഴിയാണ്. കാരണം ഒരു സ്ത്രീയുടെ മുമ്പിൽ ഈ പിശാച് ലജ്ജിതനായി, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഈ പിശാച് പരാജയപ്പെട്ടു. അതാണ് അവൻ്റെ ഏറ്റവും വലിയ പരാജയം. സ്ത്രീയും അവളുടെ സന്തതിയും തമ്മിൽ നിത്യവും നിലനിൽക്കുന്ന ഒരു ശത്രുത. വെറും ഒരു സാധാരണ പെൺകുട്ടി, കന്യകയായ ഈ മറിയത്തിൻ്റെ മുമ്പിൽ വിധേയത്വം മൂലം പിശാച് പരാജയപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റണമെങ്കിൽ, അനുസരണക്കേടിനെ വിധേയത്വത്തിലേക്ക് നയിക്കണമെങ്കിൽ, സഭയോടും സഭാ ശുശ്രൂഷകളോടും കൂദാശകളോടും ഇന്ന് മടി കാണിച്ചു മാറി നിൽക്കുന്നവരെ ഇന്ന് തിരികെ കൊണ്ടുവരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലുമൊക്കെ ഈ കുരിശേറ്റെടുക്കണം, ഈ സഹനം ഏറ്റെടുക്കണം. അനുസരണത്തിൻ്റെ, എളിമയുടെ, വിധേയത്വത്തിൻ്റെ, വിശുദ്ധിയുടെ വഴി ഏറ്റെടുക്കണം. സർപ്പത്തിനെ അനുസരിച്ച ഹവ്വ തൻ്റെ സന്താന പരമ്പരകളെയും തൻ്റെ പിന്നോട്ടുള്ള തലമുറകളെയും നശിപ്പിച്ചെങ്കിൽ, അമ്മ മാതാവ് പരിപൂർണ വിശ്വസ്തയോടെ തൻ്റെ സകല ദാസരെയും
മോചിപ്പിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്നവളാണ്. ലൂസിഫർ അഹങ്കാരത്താൽ നശിപ്പിച്ചത് അമ്മ എളിമയാൽ വീണ്ടെടുത്തവളാണ്. ഓ, അമ്മയുടെ അവിധേയത്വം, അമ്മയുടെ ആ അനുസരണ, എളിമ, അത് അനുകരിക്കാനാണ് ഈ നാളുകൾ അത്രയും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ആരാധനയും ശുശ്രൂഷകളെല്ലാം വലിയൊരു മാതൃകയെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. നമുക്ക് ഈശോയോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ഈ അമ്മ ജീവിതത്തിൽ സ്വീകരിച്ച പുണ്യങ്ങൾ, അമ്മ എപ്രകാരമാണ് ശത്രുവിൻ്റെ തലയെ തകർത്തത്, അമ്മയുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് പിശാച് പരാജയപ്പെട്ടത്, ഇന്നും അവൻ്റെ സന്തതികളോടും പിശാചിൻ്റെ സകല സൈന്യവ്യൂഹത്തോടും കൂടി എതിരിടാൻ സ്വർഗം ഒരുക്കിയിരിക്കുന്ന അമ്മയാണെന്ന് പറയുന്നത് കാരണം അമ്മയ്ക്കാണ് അതിനുള്ള ശക്തിയും കൃപയുമൊക്കെ ഒരു മനുഷ്യ മനക്കളിൽ വെച്ച് ഏറ്റവും കൂടുതലായി പൂർണ്ണമായും സ്വർഗം കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടു, ദാവീദ് എന്ന കൊച്ചു ബാലൻ, ആ ഇടയ ബാലൻ തൻ്റെ കയ്യിലിരുന്ന ഒരു കൊച്ചു കല്ലുകൊണ്ട് വലിയൊരു ശക്തനെ വീഴ്ത്തി. ഈ ജപമാലയാകുന്ന ആയുധം കരങ്ങളിലുണ്ടെങ്കിൽ ഏത് തിന്മയും ഏത് ശത്രുവിൻ്റെ വൻ കോട്ടകളും നമ്മുടെ മുമ്പിൽ തകർന്നു വീഴും. പ്രിയപ്പെട്ടവരെ, കൈമോശം വന്നുപോയ ആ ജപമാല ഭക്തി വീണ്ടെടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിൻ്റെ തലയെ തകർത്ത അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. എല്ലാ ശത്രുക്കളെയും തോൽപ്പിക്കാൻ സ്വർഗത്തിൻ്റെ സൈന്യാധിപിയായ അമ്മയോടൊപ്പം നമുക്ക് ജപമാല കരങ്ങളിലേന്തി പ്രാർത്ഥിക്കാം. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മതൻ കയ്യിൽ പിടിക്കും, സുവിശേഷം കോർത്തോരാനൂലിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അഭിഷേകം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അനേകർക്ക് കൃപ കൊടുക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ അനന്ത കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ജപമാല കരങ്ങളിൽ എടുക്കുവാൻ കൃപ കൊടുക്കണേ. ജീവിതം കോർത്തിന്നു നൽകും. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ, ആരാധന 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 ദിവ്യകാരുണ്യമേ, ആരാധന 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 ദിവ്യകാരുണ്യമേ, ആരാധന. സ്വർഗം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ജപമാലയാകുന്ന ആയുധം നമുക്ക് കരങ്ങളിലെടുക്കാൻ പ്രിയപ്പെട്ടവരെ. ഈ ജപമാലയുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞ് വിശുദ്ധർ വിശേഷിപ്പിക്കുന്നത് തെറ്റായ പ്രബോധനങ്ങളൊക്കെയാണ്. നമ്മുടെ തലയിൽ കയറിയിരിക്കുന്ന പല ചിന്തകൾ, അബദ്ധ പഠനങ്ങൾ, ഇതൊക്കെ ഒന്ന് ഉപേക്ഷിക്കാം നമുക്ക്. കാരണം നമുക്കറിയാം, പിശാച് പരിശുദ്ധ അമ്മയെ ഭയപ്പെടാനുള്ളൊരു കാരണം എന്താ? ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ മറിയത്തിൻ്റെ വിനയത്തെ അവനെ തോൽപ്പിച്ച് കളയുന്നു. കാരണം അമ്മയുടെ ഒരു നെടുവീർപ്പ് മതി എന്നാണ് പറയുന്നത് അനേകം വിശുദ്ധരുടെ പ്രാർത്ഥനകളെക്കാൾ ശക്തിയാണെന്ന്. അമ്മയുടെ ഒരു ഭീഷണിപ്പെടുത്തൽ മതി വലിയ പീഡനങ്ങളോ വലിയ സഹനങ്ങളെക്കാളൊക്കെ ശക്തമായിട്ട് പിശാചിനെ തോൽപ്പിക്കുന്നത്. വർഷങ്ങളോളമുള്ള ഒരു ആത്മീയ
ശുശ്രൂഷകളേക്കാൾ പ്രാർത്ഥനകളേക്കാൾ ഒക്കെ എളുപ്പമാണ് ജപമാല വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ പിശാചിനെ അല്ലെങ്കിൽ തകർച്ചകളിൽ നിന്ന് നേരിടാൻ. പ്രലോഭനങ്ങളിൽ പെട്ടുപോയിരിക്കുന്നവർ, വലിയ പാപത്തിൽ വീണവർക്ക് തിരിച്ചു വരാനായിട്ട്. ഒരു പാപിയെ നമ്മൾ കാണുന്നതിന് മുമ്പ് വിശുദ്ധർ പറയുന്നതാ, ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാനസാന്തരപ്പെടാത്തതായി ഒരു പാപി പോലുമില്ല എന്ന് മോൺഫോർട്ട് പറയുന്നു. ഒരു പാപിയെ സമീപിക്കുന്നതിന് മുമ്പായി നിങ്ങളൊരു ജപമാല ചൊല്ലിയാൽ, അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആത്മീയ ജീവിതം ഒരു ഭാരമായി തോന്നി കടുത്ത നിരാശയിലും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിലും വിദ്വേഷത്തിലും വെറുപ്പിലുമൊക്കെ ജീവിച്ച് വലിയ തകർച്ചയിലുണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ജപമാല ചൊല്ലാം. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ആത്മീയ അവസ്ഥ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് ഈ പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥനയായ ഈ ജപമാല, മറ്റ് നൊവേനകൾ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാൽ രചിക്കപ്പെട്ട പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വലിയ ശുശ്രൂഷകൾ മുന്നോട്ട് പോകാം. ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന, അമ്മയോട് ചേർന്ന് സ്വർഗത്തിൻ്റെ വലിയ കുറുക്കു വഴികളിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് എത്താനുള്ള ഈ പ്രാർത്ഥന. നമുക്ക് പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി, എല്ലാ സഭാ സമൂഹങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് മറന്നു പോകാതിരിക്കട്ടെ. ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയും ഈ പുണ്യങ്ങളും പീഡിതരുടെ ആശ്വാസമായ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്കവൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവരാജ്യ ശുശ്രൂഷയിൽ നിന്ന് അകന്നുപോയവർ, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടവരെല്ലാം ഈ സമയം ദിവ്യകാരുണ്യനാഥൻ സ്പർശിച്ച് അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സൽക്രിയ. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുന്നതിനായി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന 10 തവണ ചൊല്ലി കാഴ്ചവെക്കാം. സുകൃത ജപം. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.